UK വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട പ്രശസ്ത വ്ളോഗർ അന്ന ജോൺസണും ഭർത്താവുമാണ് അപ്പം നമുക്കിപ്പോൾ ചേരുന്നത്. ഭർത്താവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ പരാതിക്കാരി പറയുന്നതനുസരിച്ചാണെങ്കിൽ 44 ലക്ഷം രൂപ UK വിസയ്ക്ക് വേണ്ടി നിങ്ങൾ വാങ്ങിയെന്നാണ് പറയുന്നത്. അതിൻ്റെ കൃത്യമായ തെളിവുകളും അതിൻ്റെ ഒരു എഗ്രിമെൻറ്റും അവർ ഹാജരാക്കുന്നുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന രീതിയിലും അതുപോലെ തന്നെ ഈ സ്റ്റഡി അബ്രോഡ് രംഗത്ത് വന്ന ശേഷം ഞാൻ ഒത്തിരി പ്രൊമോഷൻ വീഡിയോസ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ വളരെ കെയർഫുള്ളായിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം എരഞ്ഞിപ്പാലത്തുള്ള 11 ഇമിഗ്രേഷൻ എന്നൊരു സ്ഥാപനത്തിന് വേണ്ടി, അത് നമ്മുടെ കുടുംബ സുഹൃത്തായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട്. അപ്പോൾ ആളും വൈഫും ചേർന്ന് എരഞ്ഞിപ്പാലത്തൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അവരെന്നെ അപ്രോച്ച് ചെയ്തു, വീഡിയോ ചെയ്ത് കൊടുക്കുമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു 4 വീഡിയോ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അവർ ഇത് വെച്ചിട്ട് വർക്ക് വിസയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവർ ഫുൾ എൻ്റെ മുഖം മുൻനിർത്തിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അന്നപ്പോൾ അതിന് ഇത്രയും ഒരു ഇതുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവർ കുറേ ആളുകളോട് പൈസ എന്നെ മുൻനിർത്തി വാങ്ങിയ ശേഷം എന്ത് ചെയ്തു, ഓഫീസ് പൂട്ടിപ്പോയി രണ്ടാളും. അപ്പോൾ ഈ ഓഫീസ് പൂട്ടിയ ശേഷം കുറേ ആളുകൾ എന്നെ അപ്രോച്ച് ചെയ്തു, അന്ന ചേച്ചി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാന്ന്. എത്ര പേരുണ്ടായിരുന്നു തട്ടിപ്പിനിരയായത്? എൻ്റെ ഇപ്പം എന്നെ സമീപിച്ചതിൽ എനിക്ക് ഡയറക്റ്റ് അറിവുള്ള ഒരു 16 പേരോളം ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നു ഈ പറയുന്ന ഇപ്പോഴത്തെ പരാതിക്കാരിയായ ആര്യം അതിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് അറിഞ്ഞ ശേഷം ഞാൻ തന്നെ അവരെ ഇങ്ങോട്ട് വിളിച്ചതാണ്. നമുക്ക് ഞാനായിരുന്നു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുപോലെ എൻ്റെ വീഡിയോ കണ്ടുപോയി എന്നുള്ള ആ ഒരു മാനസികമായിട്ടുള്ള സപ്പോർട്ടും എനിക്ക് അവർക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ അവരെ വിളിച്ചതാണ്, ഇങ്ങോട്ട് വരൂ, നമുക്ക് ബിബിൻ്റെ വീട്ടിൽ പോകുന്നത്. അത് കേട്ട് കുറേ പേര് വന്നു. ഞാനിത് വെച്ചിട്ട് കുറേ ആളുകളെ തന്നെ എന്ത് ചെയ്തു, ഓർഗനൈസ് ചെയ്തു. പറ്റിക്കപ്പെട്ട ആളുകൾ ഞാൻ വീഡിയോ ചെയ്തു. ആരെങ്കിലും ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പൈസ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവരെന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ചെയ്തു. ആ വീഡിയോൻ്റെ ഫലമായിട്ട് കുറച്ച് പേരെന്നെ കോൺടാക്ട് ചെയ്തു. അവരെ ഞാൻ വയനാടാണ് ഈ ബിബിൻ ജോർജിൻ്റെ സ്വദേശം, കോഴിക്കോടാണ് അവരുടെ സ്ഥാപനമെങ്കിലും വയനാട് സ്വദേശികളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരെയും കൂട്ടി എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചു. എന്നിട്ട് ബിബിൻ ജോർജിൻ്റെ വീട്ടിൽ പോയി. അതുപോലെ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി. ആരുടെയൊക്കെ അക്കൗണ്ടുകളിലാണോ പൈസ ഇട്ട്, അതുപോലെ തന്നെ ഈ ആര്യ എമൗണ്ട് ഇട്ട അലക്സ് വർഗീസ് എന്ന് പറയുന്നത് ബിബിൻ ജോർജിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോനാണ്. അപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് അന്ന് ആര്യക്ക് വരാൻ പറ്റിയില്ല, കുട്ടിക്ക് വയ്യ, സുഖമല്ല, തിരുവനന്തപുരത്ത് നിന്ന് വരണ്ടേന്ന് ഓർത്ത് ആര്യ വന്നില്ല. പക്ഷേ ബാക്കിയുള്ള കുറച്ച് ഫാമിലി വന്നു, അവരെയും കൂട്ടി പോയി കഴിഞ്ഞപ്പോൾ അവരവിടെ ഭയങ്കര സീനായിരുന്നു. ഈ എമൗണ്ട് എല്ലാം വാങ്ങിയിട്ടുള്ളത് ബിബിൻ ജോർജിൻ്റെ അക്കൗണ്ടിൽ. അതുപോലെ തന്നെ ആര്യ എത്ര രൂപ ഫസ്റ്റ് ആര്യ കൊടുത്ത എത്ര രൂപ? 9 ലക്ഷം രൂപയാണ്. അതിൽ 4 ലക്ഷം രൂപ എനിക്ക് തോന്നുന്നത് ബിബിൻ ജോർജിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ അക്കൗണ്ടിലേക്കും പിന്നെ ഇട്ടത് സത്താർ എന്താ പറയുന്ന അക്കൗണ്ടിൽ, അതായത് ബിബിൻ ജോർജിൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലുമാണ്. ആര്യയുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ പണം വാങ്ങുന്ന ഘട്ടത്തിൽ പണം അന്ന പറഞ്ഞ അക്കൗണ്ടുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നു. പണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അന്നയ്ക്കായിരിക്കും. അത് പല അക്കൗണ്ടുകളാണ്, ഈ പറയുന്ന ഒരു വിസ പ്രൊസീജിയറിന് വേണ്ടി തുടങ്ങിയ താൽക്കാലിക അക്കൗണ്ടുകളാണ്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും അന്നയ്ക്കായിരിക്കും എന്ന് പറയുന്നത്. ഇപ്പോൾ തനിക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ളൂ? ഉത്തരവാദിത്തം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ആ ഉത്തരവാദിത്തമാണല്ലോ ഞാൻ താമസിക്കുന്ന എൻ്റെ കുടുംബത്തെ കൊണ്ടുപോയിട്ട് ഇവരെ താമസിപ്പിക്കുകയും കാൻഡിഡേറ്റിനെ താമസിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ മാനസിക പിന്തുണ നൽകിക്കൊണ്ട് ഞങ്ങൾ ബിബിൻ ജോർജിൻ്റെ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയി. ഈ പൈസ എങ്ങോട്ടാണ് പോയെന്നുള്ളതിനെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അവൻ പേഴ്സണലി കുറേ കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അവരുടെ അമ്മ, അതായത് ഈ ബിബിൻ ജോർജിൻ്റെ അമ്മയും അവർ പറഞ്ഞ എഗ്രിമെൻറ്റ് തരാം, നിങ്ങൾ വലിയ വിഷയമാക്കണ്ട. അവിടെ പോയിട്ട് ഭയങ്കര സീനുണ്ടായി, ഭയങ്കര വഴക്കുണ്ടായി. അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ അയച്ചുതരാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാലിക്കറ്റ് വന്നൊരു നോട്ടറി അറ്റസ്റ്റ് ചെയ്ത എഗ്രിമെൻറ്റും ചെക്കും അന്ന് വന്ന ആളുകൾക്ക് കൊടുത്തു. അതിനുശേഷം ആളുകൾ എല്ലാവർക്കും അന്ന് എത്താൻ പറ്റിയില്ല. പിന്നെ വരുന്ന മുറയ്ക്ക് ആളുകൾക്ക് എഗ്രിമെൻറ്റും ചെക്കും കൊടുത്ത് പൈസ കുറേശ്ശെയായിട്ട് ബിബിൻ ജോർജ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ബിബിൻ ജോർജിൻ്റെ ബാധ്യതയിൽ ഒരു 3.25 കോടിയുണ്ട്. അപ്പോൾ ബിബിൻ ജോർജിൻ്റെ പിന്നീടുള്ള ആവശ്യം എന്തായി, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, ചേച്ചിയും കൂടെ, അതായത് എൻ്റെ ഇമേജ് മോശം, ഞാൻ സോഷ്യൽ മീഡിയയിലുള്ളതാണല്ലോ, പിന്നെ അവൻ്റെ കുറേ കാര്യങ്ങൾക്ക് പിന്നെയും കുറച്ച് ക്ലയൻറ്റിനെ എടുത്ത് നമുക്കത് സോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കമ്മീഷൻ കിട്ടിയിരുന്നു നിങ്ങൾക്ക്? ഒരിക്കലും കിട്ടിയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആളുകൾ പോയി ഇതൊരു കമ്മീഷൻ അങ്ങനത്തെ ഇതിൽ ചെയ്ത് കൊടുത്തതല്ല സത്യത്തിൽ. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ് പോകുന്നു, സ്റ്റുഡൻസിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നല്ല വാങ്ങാം. നമുക്ക് യൂണിവേഴ്സിറ്റിയാണ് കമ്മീഷൻ തരിക. പക്ഷേ വർക്ക് വിസ എന്ന് പറയുമ്പോൾ അതിന് ഒരു ഏജൻറ്റാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഏജൻറ്റ്മാർ. പക്ഷേ ഇതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കാരണം എനിക്ക് വർക്ക് വിസയിൽ അത്ര വലിയൊരു ഇതില്ല. എനിക്ക് ലൈസൻസ് ഉള്ളത് 9 ലക്ഷം രൂപയുടെ കണക്കാണ് അന്ന പറയുന്നത്. പക്ഷേ 44 ലക്ഷം രൂപ, 42 ലക്ഷം എന്ന് FIR-ലുണ്ട്. ഈ 44 ലക്ഷം രൂപ പിന്നെ എങ്ങനെയാണ് ഈ പരാതിയിൽ വരുന്നത്? എനിക്ക് ഇതിൽ പോയപ്പോഴാണ്, അതായത് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് ആര്യയും ഞാനുമായിട്ട് ഞാൻ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ആര്യ നീ എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ട് ഹോൾഡറുടെ വീട്ടിൽ പോകാം, നമുക്കത് ആ പൈസ വാങ്ങിയെടുക്കാം, ഫുള്ള് സപ്പോർട്ട് തരാം എന്ന് ഞാൻ ആര്യനെ അറിയിച്ചിരുന്നതാണ്. കാരണം ബാക്കിയുള്ളവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം എമൗണ്ട് വാങ്ങിക്കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ ബിബിൻ ജോർജിനെതിരെ അവരുടെ ഓഫീസിൻ്റെ അടുത്തുള്ള നടക്കാവ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് എടുത്ത് പോലീസുകാർക്ക് ഇത് അതിന് വലിയ നെവർ മൈൻഡ് ചെയ്തു. പിന്നെ CM-ന് കൊടുത്തു ആ കംപ്ലയിൻറ്റുകളും. അതുപോലെ ബിബിൻ ജോർജിൻ്റെ പേരിൽ FIR ഇപ്പം ഉണ്ട്. പിന്നെ എല്ലാത്തിലും ഇപ്പം 3 FIR എൻ്റെ പേരിലുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഒന്നും ഞാൻ വാങ്ങി എന്നുള്ളതല്ല, ഞാൻ കണക്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും വരുമല്ലോ. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് പോയി എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അവർക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കാണെങ്കിൽ ഈ പൈസ വാങ്ങിയെടുക്കൽ മുഴുവൻ സപ്പോർട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഈ എമൗണ്ടിനുള്ള സപ്പോർട്ട് ഞാൻ ചെയ്തു കൊടുക്കും. 9 ലക്ഷത്തിന് സപ്പോർട്ടല്ല, ബാക്കി തുകകൾ എന്ത് പറ്റിയെന്നുള്ളതാണ് ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 ലക്ഷം രൂപ ഇവരൊരു കൊല്ലം സ്വദേശിയുടെ അക്കൗണ്ടിൽ UK വിസയ്ക്ക് വേണ്ടി കൊടുത്തതാണ്. ഈ കൊടുത്ത സമയത്ത്
എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ കൊല്ലം സ്വദേശി കൊടുത്ത അതെച്ചാൽ കൊല്ലം സ്വദേശിയാണെങ്കിൽ ആൾ യു കെയിലാണ് കൊടുത്ത പ്രോപ്പറായിട്ട് അതായത് ജെന്യൂൻ COS ഇവർക്ക് എടുത്തു കൊടുത്തു. പക്ഷേ അത് ഞാനും കണ്ടതാണ്, എനിക്കും മനസ്സിലാവും. വിസ പ്രോസസ്സിങ്ങിനാണെങ്കിലും ഞാനാണ് ഹെൽപ്പ് ചെയ്തത്. വിസ പ്രോസസ്സിങ്ങിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ റിട്ടയർഡ് ആയി എന്നാണ് പറയുന്നത്. COSൽ ബാനാണ് വന്നത്. കാരണം ഇവരുടെ ഫോർജറി ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ ഇത് ഞാൻ തരുന്നുണ്ട്. അതായത് ഇവരുടെ ഡോക്യുമെൻറ്റ് ഫേക്ക് ആയത് കാരണം ഇവർക്ക് UK ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇവരുടെ വിസ ബാൻ, ഇവരെ 10 വർഷത്തേക്ക് ബാൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇതിലുള്ള റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് UK പോകണമെങ്കിൽ ഒരു IHS അടയ്ക്കണം, ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കണം. അപ്പോൾ അന്നപ്പോൾ അവരുടെ കാർഡിൽ പോകുമായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഓൾറെഡി പൈസ പോയിരിക്കുകയാണല്ലോ 9 ലക്ഷം. ആ ഒരു ഇതിൽ എന്താണ് നമ്മൾ തമ്മിലൊരു എല്ലാവരും ഒരു ഫാമിലിനെ മാതിരിയായിരുന്നു പിന്നീട് അങ്ങോട്ട് ബിബിനെതിരെ ഈ ഫണ്ട് വാങ്ങിയെടുക്കുന്നതിൽ സഹകരിച്ചിരുന്നത്. അപ്പം ആര് പറഞ്ഞതാണ് എനിക്ക് ഇനിയും ഫണ്ട് മുടക്കുന്നതിന് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ കൊല്ലം സ്വദേശീൻ്റെ ആയിട്ട് ചെയ്യുന്നത്. അയാൾ കൊടുത്ത COS ജെന്യൂനാണ്, പക്ഷേ ഇവരുടെ ഡോക്യുമെൻറ്റ് ഫേക്ക് ആയതാണ് പോയത്. അതിൽ എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായിരുന്ന റോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് വേണമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഓൾറെഡി എൻ്റെ പോകുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഹസ്ബൻഡിന് എപ്പോഴെങ്കിലുമൊക്കെ നിർബന്ധിക്കുമ്പോൾ ഹസ്ബൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, പുള്ളിക്ക് താല്പര്യമില്ലെങ്കിലും. ഇതും അതുപോലെ IHS അടയ്ക്കാൻ വേണ്ടി ചെയ്ത് കൊടുത്തതാണ്. IHS റിട്ടേൺ വന്നപ്പോൾ തിരിച്ചു കൊടുത്തിരുന്നു. റിട്ടേൺ വന്ന സമയത്ത് വേറൊരാളുമായിട്ട് എന്താണ് ഓസ്ട്രേലിയൻ വിസേൻ്റെ പ്രോസസ്സ് ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കമ്പൽ ചെയ്തുകൊണ്ടിരുന്നു വേഗം പൈസ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ അക്കൗണ്ട് നമ്പറും പുള്ളിക്കാരിയാണ് നമുക്ക് അയച്ചു തന്നത്. അപ്പം ഈ ഒരു എമൗണ്ട് ആ റീഫണ്ട് വന്ന അന്ന് തന്നെ ബെനിഫിഷ്യറി ആഡ് ചെയ്തൊക്കെ ചെയ്യേണ്ട ഒരു താമസമുള്ളതാണ്. ആ അക്കൗണ്ടിലേക്ക് നമ്മൾ റീഫണ്ട് കൊടുത്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തരാം. പലതവണയായിട്ട് തിരിച്ചു കൊടുത്തതാണ്. പിന്നെ കൂടാതെ ഇപ്പോൾ ഈ IHS അടച്ച 3.25 ലക്ഷത്തിന് പുറമെ ഒരു 5 ലക്ഷം രൂപ കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ കമ്മീഷനായിരുന്നു എന്നാണ് അവരുടെ മറ്റൊരു ആരോപണം. അല്ല, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു കൊല്ലം സ്വദേശിയുമായിട്ട് UK പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു സ്പോൺസർഷിപ്പ് കിട്ടിയ സമയത്ത് ഇവർക്ക് ചെറിയൊരു പൈസേൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. 5 ലക്ഷം ഒന്നുമല്ല, അത് എത്രയാണെന്ന് എനിക്ക് നോക്കിയിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഷോർട്ടേജ് 3 ദിവസത്തേക്ക് ഇവർ എന്ത് ചെയ്തതാണ്, എൻ്റെ അടുത്തുനിന്ന് മാത്രമല്ല വേറെയും ഈ കുറേ ബിബിൻ്റെ അടുത്ത് പെട്ട ആളുകളും ഈ കൊല്ലം സ്വദേശി വഴി പോകാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിരുന്നു. അപ്പോൾ ഈ ആര്യൻ്റെ വന്ന ശേഷമാണ് അടുത്തുള്ളവർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ കൊല്ലം സ്വദേശിക്ക് ഇട്ട് കൊടുത്തത്. അതിൽ ഞാനും ഇട്ടിരുന്നു, പിന്നെ അതുപോലെ വേറെ അക്കൗണ്ട് ഹോൾഡർ സഹായിച്ചിരുന്നു. ആ പൈസയാണ് എന്താണ് ആ കൊടുത്ത ഈ കൊല്ലം സ്വദേശിക്ക് കൊടുത്ത പൈസയാണ് അവർ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഉണ്ട്, ബാങ്ക് തൂവാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നു, പല ആളുകളും ഒരു തട്ടിപ്പ്, ഈ ആര്യ എന്ന് പറയുന്ന പെൺകുട്ടി സ്വാഭാവികമായിട്ട് തട്ടിപ്പിനിരയായിട്ടുണ്ട്. അവരൊരു ഇരയാണ്. അവരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന 44 ലക്ഷം പോയിട്ടുണ്ട്. ഒന്നുകിൽ അല്ലെങ്കിൽ മറ്റാരൊക്കെ തട്ടിയെടുത്തതാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ വിസ തട്ടിപ്പിന് പിന്നിൽ നടക്കുന്നത്? ആക്ച്വലി ഇത്രയും പൈസയൊന്നും UK വിസയ്ക്കില്ല. അപ്പം ഞാൻ ഈ ബാൻ വന്ന സമയത്ത് ഇനി ആര്യ ഡോക്യുമെൻ്റ് ഫോർജറി ചെയ്തോ എന്തോ ഞാൻ ഈ സമയത്തും പറഞ്ഞതാണ് നമുക്ക് ആ ഏജൻറ്റുമായി ചേർന്ന് ഞാൻ ഇതിനു വേണ്ടി കുറേ ഇനീഷ്യേറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ UK തന്നെയുള്ള ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സിനെ കണക്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഈ ഏജൻറ്റുമാരുടെ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും ആര്യക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ ഇനീഷ്യേറ്റ് എടുത്തതാണ്. പക്ഷേ അവസാന ഘട്ടം വന്നപ്പോൾ ആര്യ ഇതിൻ്റെ ദിശ മാറ്റി പിടിച്ചു. അതായത് ഈ കൊല്ലം സ്വദേശി അവളെ ലൈംഗികമായിട്ട് ഇതാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നായ ആ പുള്ളിക്കെതിരെയും ഇവൾ ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് ഇതാക്കിയപ്പോഴാണ് ആ പുള്ളി പറഞ്ഞത് ഇനി ഒരു പൈസ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളും ഇനി ജോയിൻ ചെയ്യും, ആളും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണ്. അപ്പോൾ എന്തായാലും കേസിൽ അവരെ പ്രതി ചേർക്കുമല്ലോ. അപ്പോൾ ആളുടെ സത്യാവസ്ഥ ആൾ തന്നെ പറയും. പിന്നെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഏജൻസി വഴി ആര്യ പോകാൻ വേണ്ടി 16 ലക്ഷം രൂപ കൊടുത്തതാണ്. സച്ചി എന്ന് പറഞ്ഞൊരു ഏജൻസിക്കാണ് കൊടുത്തത്, രാഗി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. അപ്പോൾ പോകാൻ പറ്റാതായപ്പോൾ ആര്യ അവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തു, അവർ ജയിലിലായതാണ്. അപ്പോൾ ആര്യക്ക് ഇതിൻ്റെ വശങ്ങൾ അറിയാം ഒന്നാമത്. അപ്പോൾ ആര്യ അത് വെച്ചിട്ടാണ് മുൻകൂട്ടി എല്ലാം ചെയ്തിട്ടുണ്ടാകുക. കാരണം പേടി ഉണ്ടാവുമല്ലോ മനസ്സിൽ, ഞാൻ ആര്യനെ കുറ്റപ്പെടുത്തുന്നില്ല, ആര്യക്ക് പേടി ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ എമൗണ്ടും അതും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഭീമമായ എമൗണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ട് പെട്ടെന്ന് പോലീസ് വീട്ടിൽ വന്ന് നമ്മളെ ഇതാക്കുക. ഞാനാണെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുക്കാൻ കാരണം ഈ 41 അല്ലെങ്കിൽ 44 ലക്ഷത്തിൻ്റെ ഒരു കണക്ക് എൻ്റെ പേരിലുണ്ട് എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയ പ്രകാരമാണ് ഞാൻ ചെയ്തത്. കാരണം എവിഡൻസ് ഒക്കെ പിന്നെ കോടതി എടുക്കത്തുള്ളൂ. പോലീസുകാർ ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെ വാക്ക് കേട്ട് ഇത്രയും പൈസ പോയി എന്ന് പറയുമ്പോൾ അതെനിക്ക് സ്വാഭാവികമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഇതൊന്നും അറിയാതെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പിന്നെ ബാക്കിയുള്ള 2 FIR എന്ന് പറയുന്നത് ഒന്ന് കാക്കനാടുള്ളതാണ്. അവരുടെ ഒരു എമൗണ്ടും എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതല്ല, കണക്ട് ചെയ്തു എന്നുള്ളതിലാണ് FIR വന്നത്. എൻ്റെ വീഡിയോ കണ്ട് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ കൂരാച്ചുണ്ട് സ്റ്റേഷനിലുള്ള ഒരു FIR, അതാണെങ്കിലും എൻ്റെ സുഹൃത്താണ് ആ പെൺകുട്ടി കംപ്ലയിൻറ്റ് കൊടുത്തത്. ഞാനും ആ പെൺകുട്ടിയും കൂടെ ചേർന്നിട്ടാണ് കംപ്ലയിൻറ്റ് കൊടുത്തത്. പക്ഷേ പോലീസുകാർ ഒന്ന് കണക്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് നമുക്ക് അന്യനെ ഇതിനകത്ത് എന്തായാലും പ്രതി ചേർക്കാതിരിക്കാൻ പറ്റില്ല. പൈസ കിട്ടിക്കോട്ടെ, അതിപ്പോൾ അത് സെറ്റിലായി വരുന്നുണ്ട്. ആ കുട്ടിക്ക് പൈസ കിട്ടുന്നത്, ആ കുട്ടിക്ക് ആക്ഷേപമില്ല, പക്ഷേ FIR കിടക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ മാക്സിമം എന്താണ് ചെയ്യുന്നത്, അവർക്ക് പ്രഷറുണ്ട് പല ഭാഗത്തും. കാരണം ഞാൻ ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ്റാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കൺസൾട്ടൻ്റാണ്. എൻ്റെ ഒത്തിരി പിള്ളേർ UK പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഏജൻറ്റുമാരുണ്ട്, എന്താണ് എന്നോട് ദേഷ്യമുള്ള ഒത്തിരി ഏജൻറ്റുമാരുണ്ട്. അപ്പോൾ ഈ ഏജൻറ്റുമാരെല്ലാം തന്നെ എന്താണ് ഒരുങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ UK പല ആളുകളും എനിക്കെതിരെ വീഡിയോ ഇടുന്നുണ്ട്, ഫാമിലിനെ ചേർത്ത് വീഡിയോ ഇടുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു നല്ല പ്രഷർ ഉള്ളത് കൊണ്ടാണ് ഈ അറസ്റ്റ്. പിന്നെ വെറുതെ FIR ഇടുക, വീഡിയോയ്ക്കടിയിൽ എനിക്ക് പൈസ തരാണ്ട് ആരുടെ കയ്യിൽ എവിഡൻസ് ഇല്ല. എൻ്റെ അക്കൗണ്ടിൽ വന്നു എന്നുള്ളതിനൊരു എവിഡൻസ് ഉണ്ടാവണം. പിന്നെ ഓൾറെഡി UK പോയ ആളുകൾ, ഈ ബിപിൻ ജോർജ് വഴി പോയ ആളുകൾക്കൊന്നും തന്നെ ജോലി ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയിട്ട് കുറേ പേര് എന്നെ കണക്ട് ചെയ്തു. അവർക്കെല്ലാം തന്നെ ഞാൻ എന്താണ് എന്നെ കൊണ്ടാകുന്ന സപ്പോർട്ട് ചെയ്തു കൊടുത്തതാണ് ഞാൻ.
ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അന്നയുടെ വേർഷനാണ് പറയുന്നത്. ആര്യയെ സംബന്ധിച്ച് അവരുടെ പണം 44 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തിരികെ കിട്ടാനുള്ള നീതി അവർക്ക് ലഭിക്കേണ്ടതാണ്. അതോടൊപ്പം ഇതിനിടയിൽ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ ആരാണ് പെട്ടുപോയത്, യഥാർത്ഥത്തിൽ ആരാണ് ഈ തട്ടിപ്പ് നടത്തിയത്, ഇതെല്ലാം കണ്ടെത്തപ്പെടേണ്ട സാഹചര്യമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ദിവേഷിനൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.